ജഡ്ജിമാരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ SK യാദവിനെ പോലെയുള്ളവർ ഇനിയും ഉണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീർ. സംഘപരിവാർ വേദിയിൽ അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ശേഖർ കുമാർ യാദവ് വിദ്വേഷ പരാമർശം നടത്തി എന്ന ആരോപണത്തിലാണ് AN ഷംസീർ പ്രതികരിച്ചത്. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി അധ്യക്ഷനായി. ജുഡീഷ്യറി ഉദ്യോഗസ്ഥരെ റിട്ടയർഡായ അപ്പോൾ തന്നെ ജഡ്ജിമാരാക്കുന്നതിന് പകരം അവർക്ക് കൂളിംഗ് പീരീഡ് നൽകണമെന്നും സ്പീക്കർ പറഞ്ഞു. കൂളിംഗ് പീരീഡ് ഇല്ലാത്തതിന്റെയും പോസ്റ്റ് റിട്ടയർമെന്റ് ഓഫറിന്റെയും ഭാഗമായിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ജഡ്ജിമാരെ പ്രേരിപ്പിക്കുന്നതെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യാതിഥിയായി. പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന TV അച്യുതവാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ നേടിയ US ശ്രീശോഭ്, പ്രദീപ് ഉണ്ണി, പ്രസ് ക്ലബ് എക്സലൻസ് അവാർഡ് നേടിയ ജോയ് ഇലാൻ, ജീവകാരുണ്യ പ്രവർത്തകനായ ബിജു എടക്കളത്തൂർ എന്നിവരെ ആദരിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ CP പോളി, കരോളിൻ ജെറീഷ്, പ്രസ് ക്ലബ് സെക്രട്ടറി KR ഔസേബ്, ജെയിംസ് ചാക്കേരി, KM ഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. വ്യത്യസ്ത ഭക്ഷണ രീതി, വ്യത്യസ്ത വസ്ത്രരീതി, വ്യത്യസ്ത സംസാര രീതി, എന്തിന് വ്യത്യസ്ത മനുഷ്യന്റെ രൂപത്തെ പോലും മാറ്റം. നോർത്ത് ഈസ്റ്റിലെ അതേ മുഖമാണോ നമ്മളത്? നോർത്ത് ഈസ്റ്റിലെ ജനങ്ങളുടെ മുഖമല്ലോ ഞങ്ങളത്. ഇതിനെല്ലാം യോജിപ്പിക്കുന്നത് എന്താ? ഇന്ത്യ എന്നൊരു ക്യാൻവാസാണ്. വ്യത്യസ്ത ഭാഷകളുള്ളവർ, വ്യത്യസ്ത വസ്ത്രം സംസാരിക്കുന്നവർ, ധരിക്കുന്നവർ, വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്നവർ, അവരെ എല്ലാം യോജിപ്പിക്കുന്നത് ഇന്ത്യ എന്ന ആശയവും ഇന്ത്യ എന്ന ക്യാൻവാസുമാണ്. അവിടെ എങ്ങനെയാണ് ഒരു രാജ്യം ഒരു ഇലക്ഷൻ നടക്കാൻ പറ്റില്ല. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നവർ പിന്നെ പറയും വൺ നേഷൻ വൺ പാർട്ടി. പരമായ ഒരു സമൂഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ കൊല്ലൂരിലെ പ്രസ് ക്ലബ്ബ് ചെയ്യുന്ന സേവനങ്ങൾ ചെറുതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കൊല്ലൂരിലെ സെന്റർ വികസിക്കുകയാണ്. സുനീഷ് മുഖത്ത് കൈവയ്ക്കുന്ന ഒരു പേടിയും വേണ്ട. വ്യാപാരി വ്യവസായികളെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചും അവരുടെ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിച്ചും തന്നെയാണ് ഒല്ലൂർ സെന്റർ വികസിക്കാൻ പോകുന്നത്. കമ്മിറ്റി പിരിച്ചുവിടും, പിന്നെ ചോദിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതേപോലെ കമ്മിറ്റിക്ക് പിരിച്ചുവിട്ടോ അവിടെ കയറി താമസിച്ചോട്ടെ, അത് പിന്നെ പറയാം. ആ രീതിയിൽ വലിയ മനസ്സ് കാണിക്കുന്ന വ്യാപാരികളുടെ കൂട്ടായ്മ വന്നപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇപ്പൊ സമീപകാലത്ത് ഇപ്പൊ നമ്മള് പല പ്രാവശ്യമായി ഞങ്ങളും പരാതി പറയുന്നു, എന്താണ് തുറക്കാത്തെ എന്ന് പറഞ്ഞിട്ട്. എന്താണെന്നുണ്ടെങ്കിൽ കേരളമല്ല, ഇന്ത്യ ഒട്ടാകെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പാർക്കായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്പം വൈകിയാണെങ്കിലും ഇത് യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ നമ്മളുടെ മന്ത്രിയുടെ നിരന്തരമായ പരിശ്രമങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇഷ്ടിക കളത്തിൽ പണിയെടുക്കാൻ അരികിലെത്തിലായിരുന്നു ജോലിയില്ലായ്മ ജോലിയാണ്. അതിനൊക്കെ അവിടെ നിന്നിരുന്ന ജാനിച്ചേച്ചിയെ അടക്കം അദ്ദേഹം നേരിട്ട് ഇപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുമെന്നുള്ളത് ഏറെ സന്തോഷകരമാണെന്ന് മാത്രമല്ല, അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹത്തിനാണ് ഈ പുരസ്കാരം, എക്സലൻസ് അവാർഡ് പുരസ്കാരം. അദ്ദേഹത്തിന് അത് സ്വീകരിക്കാൻ ഞാൻ സ്നേഹാദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പ്രസ് ക്ലബിന്റെ എല്ലാ പ്രവർത്തകർക്കും, അതുപോലെ തന്നെ TV മേഖലയിൽ വർക്ക് ചെയ്യുന്നവര്, അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും ഓരോ ചടങ്ങുകൾ കഴിയുമ്പോഴും അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവും നമുക്ക് കൂടുകയാണ്. ഈ വലിയൊരു കൂട്ടായ്മയിലേക്ക്, ഒല്ലൂർ പ്രസ് ക്ലബിന്റെ വാർഷികാഘോഷ ചടങ്ങുകളിലേക്ക് നമ്മളിൽ ഒരുവനായി എപ്പോഴും ഉണ്ടെങ്കിലും ഈ ചടങ്ങിൽ സംബന്ധിച്ച് ആദ്യാവസാനം നമ്മളോടൊപ്പം ഇരിക്കുന്ന മുഖ്യാതിഥിയായി എത്തിയ അഡ്വക്കേറ്റ് K രാജന് ഒല്ലൂർ പ്രസ് ക്ലബിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി.